സ്നേഹസ്വരൂപനും നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 116 സങ്കീർത്തനം 12 മുതൽ 14 വരെയുള്ളതായ വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്കിങ്ങനെ കാണുവാൻ സാധിക്കും: യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുകയെ കഴിക്കും. 2-ാം ലോക മഹായുദ്ധത്തിൽ സാരമായി പരിക്കേറ്റ ഒരു പട്ടാളക്കാരനെ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുന്നതിന് ഒരു പട്ടാള ക്യാപ്റ്റൻ ശ്രമിക്കുന്നതിനിടയിൽ ശത്രുവിൻ്റെ വെടിയേറ്റ് ക്യാപ്റ്റൻ നിലത്ത് വീണു. അവർ രണ്ടുപേരെയും മറ്റു പട്ടാളക്കാർ ആശുപത്രിയിലെത്തിച്ചു. പട്ടാളക്കാരൻ ക്രമേണ മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചെങ്കിലും ക്യാപ്റ്റൻ മരിച്ചുപോയി. ക്യാപ്റ്റന്റെ മാതാപിതാക്കൾ പട്ടാളക്കാരനെ സ്വീകരിക്കുന്നതിനായി ഒരു വിരുന്ന് സംഘടിപ്പിച്ചു. പട്ടാളക്കാരൻ മരിച്ചുപോയ തങ്ങളുടെ മകന്റെ ത്യാഗത്തെപ്പറ്റി എന്തെങ്കിലും നന്ദി വാക്ക് പറയുമെന്ന് ക്യാപ്റ്റന്റെ മാതാപിതാക്കൾ കരുതി. എന്നാൽ പട്ടാളക്കാരൻ മദ്യപിച്ച് സമയം വൈകിയാണ് വിരുന്നിന് എത്തിയത്. വിരുന്നിൽ മൂക്കുമുട്ടെ ഭക്ഷിച്ചെങ്കിലും അയാൾ തൻ്റെ ജീവൻ രക്ഷിക്കുവാൻ ശ്രമിച്ച ക്യാപ്റ്റനെ കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞില്ല. വിരുന്ന് നൽകിയ ക്യാപ്റ്റന്റെ മാതാപിതാക്കളോടും ഒരു വാക്ക് നന്ദി പറയുവാൻ അയാൾ ശ്രമിച്ചില്ല. പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റുമുള്ള പല മനുഷ്യരും ഈ പട്ടാള ക്യാപ്റ്റനെ പോലെയാണ്. സഹായം ചെയ്തവരെ ഒന്ന് ഓർക്കുവാനോ അവരെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനോ മനസ്സില്ലാത്തവരായി കാണുന്നു. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ പലപ്പോഴും ദാവീദ് ദൈവത്തെ നന്ദിയോടുകൂടെ ഓർക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ദാവീദ് രാജാവ് ദൈവത്തെ എപ്പോഴും വാഴ്ത്തുവാൻ തൻ്റെ മനസ്സിനെ ഉണർത്തുന്നതിനുള്ള കാരണം ദൈവം തനിക്ക് ധാരാളം ഉപകാരം ചെയ്തു എന്നതുകൊണ്ടാണ്. ഉപകാരം ചെയ്തവരെ ഓർക്കുന്നത് ഉപകാരത്തെ ഓർക്കുന്നതിന് തുല്യമാണ്. ഉപകാരം ഓർക്കുമ്പോൾ ഉപകാരം ചെയ്തവർക്ക് നന്ദി പറയേണ്ട ആവശ്യം കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്തപ്പോൾ ദൈവത്തിന് നന്ദി പറയേണ്ടത് ആവശ്യമായി തോന്നിയത് കൊണ്ടാണ് ദാവീദ് രാജാവ് ദൈവത്തെ വാഴ്ത്തുവാൻ തൻ്റെ മനസ്സിനെ ഉത്തേജിപ്പിച്ചത്. ദൈവം ചെയ്ത ഉപകാരങ്ങളിൽ ദാവീദ് ആദ്യം ഓർത്തത് അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു എന്ന കാര്യമാണ്. നിന്റെ അകൃത്യമെന്ന് ദാവീദ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദാവീദിൻ്റെ അകൃത്യങ്ങളെ പറ്റിയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലെ അകൃത്യങ്ങളൊക്കെയും മോചിച്ച കർത്താവിനെ നാം മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും സദാസമയവും സ്തുതിക്കുവാൻ കടപ്പെട്ടവരാണ്. അതിനായി ദാവീദിനെ പോലെ നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും നമുക്കൊരുക്കാം. പ്രിയ സഹോദരങ്ങളെ, യേശു കർത്താവ് നമുക്ക് എത്രയോ നന്മകളും ഉപകാരങ്ങളും ചെയ്തിരിക്കുന്നു. അതിനെല്ലാം നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മുടെ മനസ്സിനെ സജ്ജമാക്കുമ്പോൾ ദൈവം കൂടുതൽ കൂടുതൽ നന്മകൾ നൽകി നമ്മെ അനുഗ്രഹിക്കും. തൻ്റെ മക്കളുടെ ഹൃദയാന്തർഭാഗത്തു നിന്ന് ഉയരുന്ന നന്ദി നിറഞ്ഞ സ്തുതി സ്തോത്രങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ കർത്താവിനുണ്ടാകുന്ന സന്തോഷം എത്ര അധികമായിരിക്കുമെന്ന് നാം ഒന്ന് ഓർക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഈ നാളിൽ കർത്താവ് നമുക്ക് ചെയ്യുന്നതായ സകല ഉപകാരങ്ങൾക്കും നന്ദിയുള്ളവരായി ജീവിക്കാം. അതിനായിട്ട് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളേവരെയും ഒരുക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.